KSRTC ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനും കോടതി നോട്ടീസ്. KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് നോട്ടീസ്. ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ആണ് യദുവിന്റെ പരാതി. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ അധികാരത്തിന്റെ തണലിൽ അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെയും അതുപോലെ ഭർത്താവ് MLA ആയ സച്ചിൻ ദേവിനെയും ഒഴിവാക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ യദു ഇവരെ ഒഴിവാക്കിയതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. കോടതിയിൽ ഇന്ന് എന്താണ് ഉണ്ടായത്? നിലിമ, നിലവിൽ ഈ കേസ് എങ്ങനെയാണ് ഒരു അധികാരമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാനം ഭരിക്കുന്ന CPM-ന്റെ രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, ഒരാൾ മുൻ മേയർ, ഒരാൾ MLA, ഇവർ രണ്ടുപേരും ഒരു സാധാരണക്കാരനോട് കാണിച്ച അക്രമത്തെയും കുതിരകയറ്റത്തെയും എങ്ങനെ അതിൽ നിന്ന് പ്രതികളായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഒത്തുകളിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ വിലയിരുത്തപ്പെട്ടത്. അതിനെതിരെയാണ് യദു കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. യദുവിൻ്റെ ഹർജിയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, അന്ന് ഈ യദുവിനൊപ്പം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറായിട്ടുള്ള സുബിനെയും പ്രതി ചേർക്കണമെന്നുള്ളതാണ്. ഈ കേസിൽ നിന്നും നിലവിൽ പോലീസ് ഒഴിവാക്കിയിരിക്കുന്നത് ഒന്ന് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ MLA സച്ചിൻ ദേവ്, ഒപ്പം ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നിവരെയാണ് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പകരം ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനായ അരവിന്ദിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ നേരത്തെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിനെതിരെ പോലീസിന്റെ അന്വേഷണത്തിനെതിരെയൊക്കെ വ്യാപകമായ പരാതി ഉയർന്നതാണ്. ആദ്യഘട്ടത്തിൽ ഏതു പരാതി നൽകിയിട്ടും അന്ന് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. കേസെടുത്തിട്ടും അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ വരുന്ന സാഹചര്യമുണ്ടായി. പിന്നെയും ഏത് കോടതിയെ സമീപിച്ചപ്പോൾ അന്വേഷണം വളരെ വേഗത്തിൽ വേണം, രേഖകൾ നശിപ്പിക്കപ്പെടാൻ അനുവദിക്കരുത്, പ്രതികൾ ഈ പരാതിക്കാരെയോ അല്ലെങ്കിൽ സാക്ഷികളെയോ സ്വാധീനിക്കാൻ സമ്മതിക്കരുത് തുടങ്ങിയിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളും കോടതി പോലീസിന് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതിനൊന്നും സാധ്യതയില്ലാത്ത വിധത്തിൽ കാര്യം അന്വേഷണം കൊണ്ടുപോകുകയും പ്രത്യക്ഷത്തിൽ തന്നെ പോലീസ് നടത്തിയത് നീതിയുക്തമല്ലാത്ത അന്വേഷണമാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഈ കുറ്റപത്രത്തിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായിട്ടുള്ള MLA സച്ചിൻ ദേവിനെയും ഒഴിവാക്കിയ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതാണ് ഇത് ഇപ്പോൾ വീണ്ടും അവരെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കുകയും കോടതി ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കൃത്യമായ തെളിവുകൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നതാണ്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അത് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. സ്വാഭാവികമായി ആദ്യഘട്ടം മുതൽ തന്നെ ഒരു സാധാരണക്കാരനെതിരെ ഉണ്ടായ അതിക്രമത്തിൽ ആ അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള ഒത്തുകളി നടത്തി എന്നുള്ളതും ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമായതാണ്. എന്തായാലും കോടതിയിലാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനെതിരെ അധികാരമുള്ള രണ്ടാളുകൾ, അതും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്ക് എന്ത് അതിക്രമവും എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കേസിന്റെ അന്തിമഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ഇരുവരെയും പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വീണ്ടും കുറ്റപത്രത്തിൽ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പോലീസിന്റെ കുറ്റപത്രം നിലവിൽ പൂർണ്ണമായും മേയർ ആര്യ രാജേന്ദ്രനെയും മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. അത് വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നീലിമ, മാത്രവുമല്ല പ്രജിത്ത്, അന്ന് യദുവിനൊപ്പം ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ഈ തെളിവെല്ലാം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു ആരോപണവും അന്നത്തെ കണ്ടക്ടറായിരുന്ന സുബിനെതിരെ യദു ഉന്നയിച്ചിട്ടുണ്ടല്ലോ. സുബിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശം യദു ഈ പരാതിയിൽ നടത്തിയിട്ടുണ്ടോ? യദു കൃത്യമായി ആവശ്യപ്പെടുന്നത് സുബിനെയും പ്രതി ചേർക്കണമെന്നാണ്. കൊല്ലം കടക്കൽ സ്വദേശിയായ സുബിനാണ് ഈ കേസിലെ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നുള്ളതാണ് യദു ആരോപിക്കുന്നത്. അതിന് പിന്നിൽ ഈ പറയുന്ന രീതിയിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദമടക്കമുള്ള കാര്യമുണ്ടായിരുന്നു എന്നുള്ളതും യദു ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് പോലീസിനോട് കോടതി വളരെ വേഗത്തിൽ തെളിവുകൾ കൈവശപ്പെടുത്തണം, രേഖകളടക്കം ശേഖരിക്കണം, തെളിവുകൾ നശിപ്പിക്കാൻ ഇടവരരുത്, പ്രതികളെ സ്വാധീനിക്കാൻ ഇടവരരുത്, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടവരരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് കുറ്റപത്രം പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണെന്ന് യദുവും ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് യദുവിന്റെ ഇപ്പോൾ ഒരു ഹർജി കോടതിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സുബിനെതിരെയും പ്രതി ചേർക്കണം, സുബിനെയും കേസിൽ പ്രതി ചേർക്കണം എന്നുള്ളൊരു ആവശ്യവും യദു ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും യദു ഉന്നയിക്കുന്നത് ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള സുബിനെ അത് സ്വാധീനിക്കാൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യദു മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് പോലീസ് കാലതാമസം വരുത്തിയതുകൊണ്ട്, അന്വേഷണത്തിലെ കാലതാമസം വരുത്തിയതുകൊണ്ട് കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും സാക്ഷിയെ സ്വാധീനിക്കാനുള്ള സാഹചര്യം പ്രതികൾക്ക് ഉണ്ടാക്കി നൽകി എന്നുള്ളതുമാണ് ഈ യദുവിൻ്റെ ഹർജിയിലെ കാതലായ ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് യദു ഈ ഹർജിയുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തെളിവ്
നശിപ്പിക്കലിന് നേതൃത്വം നൽകിയത് ആര്യരാജേന്ദ്രനാണെന്നടക്കമുള്ള ആരോപണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെ സുബിൻ ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചു എന്നുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ സുബിൻ തന്നെയാണ് മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയുകയാണെങ്കിൽ അതിന് കാരണമായത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ എന്നുള്ള ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തായാലും കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത്. നീലിമ, കോടതിയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. പ്രജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.